ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് നോളജ് ജെ7 ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓൾറെഡി ഈ ചാനലിൽ പാർട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായി നിങ്ങൾ കാണുക. പാർട്ട് 2 കാണുന്നതിന് മുമ്പ് അത് കാണേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലൂടെ, വളരെ സിംപ്ലിഫൈഡ് എക്സാമ്പിൾസിലൂടെയൊക്കെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് നിങ്ങൾ ഈ ചാനൽ എത്തിക്കുക. UGC നെറ്റ് JRF കൊമേഴ്സ് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് പുറമെ മാനേജ്മെന്റ് സയൻസിന്റെ വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സിലേക്ക് നീങ്ങാം. ഓക്കെ, ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ഭാഗം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നത് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുക. നോട്ട് ദിസ്, കമ്പനിയുടെ ഉള്ളിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂവിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ ഡിബഞ്ചർ വാല്യൂവിൽ മാറ്റങ്ങൾ വരുത്താം. എംപ്ലോയീസ്, മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഒക്കെ കമ്പനിയുടെ ഉള്ളിലുള്ള എല്ലാ ആസ്പെക്ട്സിലും മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുക. ഓക്കെ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞതിന്റെ പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5 പാർട്ടുകളായിട്ട് ഞാൻ ഇതിനെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 5 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് റിഡ്യൂസിംഗ് ദ ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രികൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഓക്കെ, റിഡ്യൂസിംഗ് ദ ഷെയർ ക്യാപിറ്റൽ. നോട്ട് ദിസ്, ഞാനിവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഒരു ചോദ്യം ഞാനിവിടെ കൊടുക്കുകയാണ്. 100 ഇക്വിറ്റി ഷെയർ ഉള്ള കമ്പനി, ഒരു കമ്പനിക്ക് 100 ഇക്വിറ്റി ഷെയർ ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് 10 രൂപ നിരക്കിലാണ് വിറ്റുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഇറ്റ് ഈസ് റിഡ്യൂസ്ഡ് ടു 7 each. 10 രൂപ നേരത്തെ ഉണ്ടായിരുന്ന ഷെയർ 7 രൂപയായി കുറച്ചിരിക്കുന്നു. ഓക്കെ, നോട്ട് ദിസ്, ഞാനിവിടെ ഒരു മൗസ് ക്ലിക്ക് ആസ് എ പോയിന്റർ ആയിട്ട് കൊടുക്കുകയാണ്. മൗസ് പോയിന്റർ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 100 ഇക്വിറ്റി ഷെയർസ് ഫ്രം 10 each. 10 രൂപ ഉണ്ടായിരുന്നത് 7 രൂപയാക്കി കുറച്ചിരിക്കുന്നു. നോട്ട് ദിസ് പോയിന്റ്, 10 രൂപ ഉണ്ടായിരുന്ന ഇക്വിറ്റി ഷെയർ 7 രൂപയായിട്ട് കുറച്ചു. ഓക്കെ, ദാറ്റ് ഈസ്, ഇവിടെ ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ സംഭവിച്ചു. നമുക്ക് മനസ്സിലാക്കാം, കമ്പനിയുടെ ഉള്ളിൽ ഒരു മാറ്റം വരുത്തി. നേരത്തെ ഉണ്ടായിരുന്ന 10 രൂപയിൽ നിന്നും 7 രൂപയായിട്ട് കുറച്ചു. ഇവിടെ എങ്ങനെയാണ് ജേർണൽ എൻട്രി രൂപപ്പെടുത്തുക? ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ പഴയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അതായത് പഴയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ 100 into 10, ദാറ്റ് ഈസ് 1000 rupees നമുക്ക് ഡെബിറ്റ് ചെയ്യാം. പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 700 rupees. 100 into 7 rupees, 7 രൂപ വെച്ചിട്ടാണ്, 7 രൂപ വെച്ചിട്ടാണ് നമ്മുടെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. പഴയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായ 10 രൂപ വെച്ച് 100 into 10 വെച്ച് നമ്മൾ ഡെബിറ്റ് ചെയ്തു. പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലുള്ള 7 രൂപ വെച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, നോട്ട് ദിസ്, ഇവിടെ 700 rupees ക്രെഡിറ്റ് ചെയ്തു, 1000 rupees ഡെബിറ്റ് ചെയ്തു. ഇവിടെ ഒരു 300 rupees. നോട്ട് ദിസ് പോയിന്റ്, 300 rupees ഉണ്ട് അല്ലേ? 300 rupees. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണിത്. ബാക്കിയുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് ഡിഫറൻസ് എമൗണ്ട്, വിൽ ഗോ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. കമ്പനിയുടെ ഇന്റേണൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് വാല്യൂവിൽ ഒരു മാറ്റം വരുത്തി. ദാറ്റ് ഈസ്, നേരത്തെ ഉണ്ടായിരുന്ന 10 രൂപയായിരുന്നു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 10 രൂപയിൽ നിന്നും 7 രൂപയാക്കി കുറച്ചു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ആ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആക്ച്വലി ക്യാൻസൽ ചെയ്യുകയാണ്. നമുക്കറിയാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. ഇത് ഡെബിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ ക്യാൻസൽ ആയി പോകും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്.
ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക, ബാക്കിയുള്ള ഡിഫറൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. 100 into 10 that is old equity share capital, that is 1000 ഡെബിറ്റ് ചെയ്തു. ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ടുള്ള 100 into 700 rupees ക്രെഡിറ്റ് ചെയ്തു. ദെൻ ബാക്കിയുള്ള ഡിഫറൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോയി. ഓക്കെ, വെരി ക്ലിയർലി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കണ്ടീഷനിൽ വരുന്ന ജേണൽ എൻട്രി ഏതാണെന്ന് നമുക്ക് നോക്കാം. Reducing the debenture value. Note this point. Reducing the debenture value. ഡിബഞ്ചർ വാല്യൂയിൽ കുറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ജേണൽ എൻട്രിയിൽ മാറ്റം സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ 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 ഞാനിവിടെ ഒരു ജേണൽ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഡിബഞ്ചർ, ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ന്യൂ ഡിബഞ്ചർ, ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോയി. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 200 ഡിബഞ്ചർ റിഡ്യൂസ്ഡ് ഫ്രം 10 rupees to 8 rupees. 10 രൂപയിൽ നിന്ന് 8 രൂപയായി കുറച്ചു. നോട്ട് ദിസ് പോയിന്റ്. 10 രൂപയിൽ നിന്ന് 8 രൂപയായിട്ട് കുറച്ചു. 200 ഡിബഞ്ചർ നേരത്തെ ഉണ്ടായിരുന്നത് 10 രൂപയാണ്, അത് 8 രൂപയായിട്ട് കുറച്ചു. ഓക്കെ, നമുക്ക് സെയിം ജേണൽ എൻട്രി. നേരത്തെ ജേണൽ എൻട്രിയിൽ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് വന്നത്. പക്ഷെ ഇവിടെ വരിക ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ന്യൂ ഡിബഞ്ചർ. ഓൾഡ് ഡിബഞ്ചർ ഇവിടെ എത്രയാണ്? 200 into 10 rupees വെച്ചിട്ടാണ്, അതായത് 2000 രൂപയാണ് ഓൾഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ന്യൂ ഡിബഞ്ചർ നമ്മൾ 10 രൂപയിൽ നിന്ന് 8 രൂപയായിട്ട് കുറച്ചു. ദാറ്റ് ഈസ് 200 into 8 rupees ആയിട്ട് കുറച്ചു. ദാറ്റ് ഈസ് 1600 rupees. ബാക്കിയുള്ള ഇവിടെയുള്ള ഡിഫറൻസ് എമൗണ്ട് ആയിട്ടുള്ള 400 രൂപ നമ്മൾ എന്തായിട്ട് കാണിച്ചു? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, നോട്ട് ദിസ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഫോർഗോയിങ് their claims. നോട്ട് ദിസ്. ക്രെഡിറ്റേഴ്സ് ഫോർഗോയിങ് ക്ലെയിംസ്. ചില സാഹചര്യങ്ങളിൽ ക്രെഡിറ്റേഴ്സ് കമ്പനിക്ക് പണം കടം കൊടുത്ത ആൾ പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് തരാനുള്ള 10,000 രൂപയിൽ നിന്നും, ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് തരാനുള്ള 10,000 രൂപയിൽ നിന്നും 8,000 രൂപ തിരിച്ചു തന്നാൽ മതി. ദാറ്റ് ഈസ് 2,000 രൂപ തരണമെന്നില്ല. അവിടെ ഒരു സാക്രിഫൈസ് ക്രെഡിറ്റർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. നോട്ട് ദിസ്. 10,000 രൂപ ക്രെഡിറ്റേഴ്സിന് കമ്പനി കൊടുക്കാനുണ്ട്, പക്ഷെ കമ്പനി പറയുകയാണ് 8,000 രൂപ, നോട്ട് ദിസ്, 8,000 രൂപ തന്നാൽ മതി. 2,000 രൂപ ഇവിടെ എന്ത് ചെയ്താണ്? ഒരു സാക്രിഫൈസേഷൻ നടക്കുകയാണ്. ഓക്കെ, ദിസ് സാക്രിഫൈസിങ് എമൗണ്ട് ഈസ് ടു ബി ഗോയിങ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമാണ്. ജേണൽ എൻട്രി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രെഡിറ്റ് ആസ്പെക്ട്സിനെ ഒക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. നമ്മൾ നേരത്തെ കണ്ട ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ആസ്പെക്ട്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനാണ് ഡെബിറ്റ് ആസ്പെക്ട്സിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ നോക്കുക. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, ഇവിടെ 2,000 രൂപ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2,000 രൂപ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നത്. ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, ജസ്റ്റ് തിങ്ക് ഇറ്റ്. The liabilities are debited. Liability internal reconstructionമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രികളിൽ ലാബിലിറ്റികൾ ഡെബിറ്റ് സൈഡിലും അതുപോലെ തന്നെ അസറ്റുകൾ ക്രെഡിറ്റ് സൈഡിലുമാണ് വരിക. ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റം ആണ്. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ 2,000 രൂപ ക്രെഡിറ്റേഴ്സ് തരണ്ട എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് സാക്രിഫൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ക്യാൻസൽ ചെയ്തു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ട് 1 കാണാത്തവർ വളരെ വ്യക്തമായി കാണണം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സിലേക്ക് വരുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് തിങ്ക് ഇറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി. ഓക്കെ, certain items are written off. ചില കാര്യങ്ങൾ നമ്മൾ എഴുതി തള്ളും. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പ്രകാരം കമ്പനിയുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ എഴുതി തള്ളും. ദാറ്റ് ഈസ് certain items written off എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി തള്ളുക? ചില അസറ്റുകൾ പറയുകയാണ് എങ്കിൽ എഴുതി തള്ളും. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ്, ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞിരുന്നു, ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അസറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എഴുതി തള്ളും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത് എങ്കിൽ അത് നഷ്ടമാണ്, അത് നമ്മൾ എഴുതി തള്ളും. അതുപോലെ തന്നെ അതർ അസറ്റിൽ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ എഴുതി തള്ളുന്നു എന്ന് പറയുകയാണെങ്കിൽ, റിട്ടേൺ ഡൗൺ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് കാണിക്കും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആസ്പെക്ട് തന്നെ ഇവിടെ ഫോളോ ചെയ്യുക.
ഇവിടെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അസറ്റ് ആണ്, നോട്ട് ദിസ് അസറ്റ് ആണ്. അപ്പോ machinery is an asset account. Okay, preliminary expenses is also be a type of fictitious asset. Okay, this type of assets are to be credited. അസറ്റിന് നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പ്രകാരം നേരെ നമ്മൾ ഓപ്പോസിറ്റ് ടൈപ്പാണ് ജേണൽ എൻട്രികൾ കിട്ടുക. നമ്മൾ നേരത്തെ കണ്ട ക്രെഡിറ്റേഴ്സ്, നമ്മൾ ഇപ്പോൾ കണ്ട ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഇസ് എ ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ആസ്പെക്ട് ആണ്, പക്ഷെ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെയും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ സം ടൈപ്പ് ഓഫ് അസറ്റുകൾ ഉണ്ട് എങ്കിൽ അസറ്റ് ക്രെഡിറ്റ് സൈഡിലായിട്ടാണ് കാണിക്കുക. ദാറ്റ് ഈസ് അസറ്റ് ക്യാൻസൽ ചെയ്യണം, അതായത് എഴുതി തള്ളിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, ജസ്റ്റ് തിങ്ക് ഇറ്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ₹2000, മെഷീനറി റിട്ടേൺ ഡൗൺ 3000 ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹4000. നോട്ട് ദിസ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം അസറ്റുകളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതിയിട്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ടു മെഷീനറി എത്രയാണ് റിട്ടേൺ ഡൗൺ ചെയ്യുന്നത് നോക്കുക, 3000. ആൻഡ് പ്രിലിമിനറി എക്സ്പെൻസസ് ₹2000 ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫൈനലി ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ₹4000 ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഈസ് ₹9,000 is to be debited to capital reduction account. Okay, just think it. Okay, then next journal entry നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. നോട്ട് ദിസ് പോയിന്റ്. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. എംകോം എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഗിവ് ജേണൽ എൻട്രീസ് ഇൻ ദ ഫോളോയിങ് കേസസ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ജേണൽ എൻട്രികൾ എഴുതുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, ഫുള്ളി പെയ്ഡ് റിഡ്യൂസ്ഡ് ടു ഷെയർസ് ഓഫ് ₹5 each. ഓക്കെ, ഞാൻ ഈ മൗസ് ക്ലിക്ക് ഒന്ന് പെന്നാക്കി മാറ്റുകയാണ്. ഓക്കെ, നോക്കാം. 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, reduced to shares of ₹5 each. നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർസ് അതിന്റെ വാല്യൂ കുറയ്ക്കുകയാണ് എങ്കിൽ അതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഓൾഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ന്യൂ ഷെയർ ക്യാപിറ്റൽ. ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ, ഡിഫറൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെ എങ്ങനെയാണ് വന്നത്, ഓൾഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് ആദ്യം നോക്കുക. ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കുക. 10,000 into 10, that is ₹1,00,000. ദെൻ ന്യൂ ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കുക. 10,000 into ₹5, that is 50,000. ബാക്കിയുള്ള ഡിഫറൻസ് എമൗണ്ട് എങ്ങോട്ട് പോകും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി നോക്കാം. 100 ഡിബഞ്ചേഴ്സ് ഓഫ് ₹, നോക്കാം. 100 ഡിബഞ്ചേഴ്സ് ഓഫ് ₹1,000 each. Sorry, 100 debentures of ₹1,000 each converted into 500 debentures of ₹100 each. നോക്കാം, 100 ഡിബഞ്ചർ 1000 രൂപയിലേക്കും അതുപോലെ തന്നെ 500 ഡിബഞ്ചർ 100 രൂപയിലേക്കും മാറ്റി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിബഞ്ചർ 1000 രൂപയാണ് നേരത്തെ ഓൾഡ് ഉണ്ടായിരുന്നത്. നോക്കാം, ഓൾഡ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ്, 100 ഡിബഞ്ചർ 1000 രൂപ വെച്ചാണ് ഉണ്ടായിരുന്നത്. അത് 500 ഡിബഞ്ചർ ആയിട്ടുള്ള 100 രൂപ വെച്ച് മാറ്റി. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് ആയിട്ട് ന്യൂ ഡിബഞ്ചർ, ബാക്കി എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെ നമുക്കറിയാം 100 into 1,000 is old debenture, that is 1,00,000 is old debenture. ന്യൂ ഡിബഞ്ചർ ഇവിടെ എത്രയാണ് വരുന്നത്, 500 into 100, that is 50,000. ഡിഫറൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The balance of profit and loss account ₹50,000 and preliminary expense 10,000 were written off. Note this two important point. രണ്ട് കാര്യങ്ങൾ എഴുതി തള്ളി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ എന്താണ്, അസറ്റ് ആണ്. അസറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെബിറ്റ് ആസ്പെക്റ്റുകളൊക്കെ എഴുതി തള്ളണം എന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ആക്കി മാറ്റണം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് എ ഫിക്റ്റീഷ്യസ് അസറ്റ്, ഗുണമില്ലാത്ത അസറ്റ് ആണ്, എഴുതി തള്ളേണ്ട അസറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡെബിറ്റ് ആണ്. ഇത് ശരിക്കും ഇതിന്റെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ്, പക്ഷെ ഇത് എഴുതി തള്ളണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസിനെയും എഴുതി തള്ളുന്ന രണ്ട് കാര്യങ്ങളെയും ക്രെഡിറ്റ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്നു, ക്യാപിറ്റൽ റിഡക്ഷൻ ഡെബിറ്റും ചെയ്തു. ഓക്കെ,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50,000 റുപ്പീസ്, അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ് റുപ്പീസ് 10,000 ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 60,000 രൂപ എഴുതി. ദെൻ ഫൈനൽ ജേർണൽ എൻട്രീസ്. The value of plant and machinery and stock were written down by 20,000 and 10,000 respectively. Okay, രണ്ട് അസറ്റുകൾ റിട്ടേൺ ഓഫ് ചെയ്തു, എഴുതി തള്ളി. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതുക. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി ടു സ്റ്റോക്ക്, അതായത് രണ്ട് അസറ്റുകളും എഴുതി തള്ളണമെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്നു, ക്രെഡിറ്റിലേക്ക് കൊണ്ടുവന്നു. ഡെബിറ്റ് ആസ്പെക്ട് ആയിട്ടുള്ള അസറ്റുകളെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവന്നു. എന്തിനാണ്? എഴുതി തള്ളുന്ന അസറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 20,000 എഴുതി തള്ളി എന്ന് പറഞ്ഞു, സ്റ്റോക്ക് 10,000 എഴുതി തള്ളി എന്ന് പറഞ്ഞു. ഓക്കെ, ക്യാപിറ്റൽ റിഡക്ഷൻ ഡെബിറ്റ് ചെയ്തു, 30,000 ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ട്രാൻസ്ഫറിങ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് 4 ജേർണൽ എൻട്രിയിൽ ഇപ്പൊ എഴുതിയ 4 ജേർണൽ എൻട്രിയിലും ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് അല്ലെ, ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്, ജസ്റ്റ് ലുക്ക് ഇറ്റ്. ഓക്കെ, ഷെയർ നമ്മളിവിടെ പറഞ്ഞത് 4 ജേർണൽ എൻട്രിയിലും എന്തുണ്ടെന്നാണ് പറഞ്ഞത്, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, നോട്ട് ഇറ്റ്, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഉണ്ട്. ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. നോട്ട് ദിസ്, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ആദ്യത്തെ ജേർണൽ എൻട്രി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ജേർണൽ എൻട്രിയിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ ജേർണൽ എൻട്രിയിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, നാലാമത്തെ ജേർണൽ എൻട്രിയിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 കാര്യങ്ങളിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, 2 കാര്യങ്ങളിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡെബിറ്റ് ചെയ്ത ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് സി എന്ന ജേർണൽ എൻട്രിയിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ആയിട്ടുള്ള 60,000 എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്തു. ഡിയിലും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, 30,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് ചെയ്ത ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഒക്കെ ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ജേർണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് 50,000 റുപ്പീസ് ലെസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ജേർണൽ എൻട്രിയിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, അത് 50,000 റുപ്പീസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് ലെസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ നമുക്കൊരു ഫിഗർ കിട്ടി 10,000 റുപ്പീസ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. നോട്ട് ദിസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. നമ്മളിപ്പോ ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഓക്കെ, the following is the balance sheet of A Limited. Note this. ഇതൊരു ബാലൻസ് ഷീറ്റ് ആണ്, എ ലിമിറ്റഡിന്റെ ഒരു ബാലൻസ് ഷീറ്റ് ആണ്. ലാബിലിറ്റി സൈഡും അതുപോലെ തന്നെ അസറ്റ് സൈഡും കൊടുത്തിട്ടുണ്ട്. ലാബിലിറ്റി സൈഡിൽ കൊടുത്ത ഐറ്റംസ് ഒക്കെ ഞാൻ വായിക്കുകയാണ്. 10,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ at rupees 10 each, 1,000 preference shares of rupees 100 each, that is 1 lakh. Sundry creditors 50,000. 3 ഐറ്റം ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 50,000. That is total amount 2,50,000. Asset side goodwill 25,000, other fixed asset 1,04,000, current asset 95,000, profit and loss account 26,000. The total amount is 2,50,000. Okay, certain adjustment ഉണ്ട് ഇവിടെ. Equity shares of rupees 10 each reduced to rupees 7 each. Equity shares 10 രൂപ ഉണ്ടായിരുന്നത് 7 രൂപയായിട്ട് കുറച്ചു. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പ്രിഫറൻസ് ഷെയർസ് reduced from 100 to 75. പ്രിഫറൻസ് ഷെയർസ് 100 ഉണ്ടായിരുന്നത് 75 കുറച്ചു. റൈറ്റിംഗ് ഓഫ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്വില്ല് എന്നിവ എഴുതി തള്ളി. ആൻഡ് ബാലൻസ് ഉണ്ട് എങ്കിൽ അത് ഫിക്സഡ് അസറ്റ് ആയിട്ടും എഴുതി തള്ളി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗിവ് ജേർണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, ഇവിടെ ജേർണൽ എൻട്രിയും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും എഴുതാൻ പറയുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽഡ് ആൻസറിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജേർണൽ എൻട്രീസ് ആണ്. ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ്സിനനുസരിച്ചാണ് നമ്മൾ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. നമ്മളിവിടെ ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 each to be reduced to rupees 7 each. 10 രൂപയുള്ള ഇക്വിറ്റി ഷെയർ 7 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പ്രകാരം 7 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെയാണ്? ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്കും പോകും. ഇപ്പൊ ഇവിടെ ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 10,000 into 10 rupees, that is 1 lakh rupees. ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 7 രൂപ വെച്ച് 7 രൂപ വെച്ച് ഓക്കെ 10,000 into 7, that is 70,000. ബാക്കിയുള്ള 30,000 എങ്ങോട്ട് പോകും? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, then next journal entry, പ്രിഫറൻസ് ഷെയർസ് റിഡ്യൂസ്ഡ് ഫ്രം 100 to 75 ആയിട്ട് കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ 100 ഉള്ളത് 75 ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് 1000 പ്രിഫറൻസ് ഷെയർസ് 100 ഈച്ച് ആയിട്ട് ഓൾഡ് ആണ്. ഓൾഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ഈസ് 1 lakh അക്കൗണ്ട് ടു ന്യൂ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ഈസ് 75 ഉപയോഗിച്ചുകൊണ്ട് 1000 into 75 ദാറ്റ് ഈസ് 75,000. ബാക്കിയുള്ള 25,000 എങ്ങോട്ട് പോകും? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. ദെൻ റൈറ്റിംഗ് ഓഫ് ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഗുഡ് വിൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഗുഡ് വിൽ അക്കൗണ്ടും റൈറ്റൺ ഓഫ് ചെയ്യുക, എഴുതി തള്ളാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എഴുതി തള്ളാൻ വേണ്ടി പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് 76,000 രൂപ, അതുപോലെ തന്നെ ഗുഡ് വില്ലിന്റെ ബാലൻസ് 25,000 രൂപ. അത് രണ്ടും എഴുതി തള്ളാൻ പറയുന്നുണ്ട്. അത് രണ്ടും അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ ഡെബിറ്റ് ചെയ്യുക ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഗുഡ് വിൽ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടിരുന്നു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങോട്ടാണ് പോവുക? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് പോവുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ബാലൻസ് ഫിക്സഡ് അസറ്റ് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് സാധാരണഗതിയിൽ ക്യാപിറ്റൽ റിഡക്ഷന്റെ ബാലൻസ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് പോവുക. ഇവിടെ ഫിക്സഡ് അസറ്റ് എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് കൊണ്ടാണ് ഫിക്സഡ് അസറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ബാലൻസ് ഉണ്ട് എങ്കിൽ, ക്യാപിറ്റൽ റിഡക്ഷന്റെ ബാലൻസ് ഉണ്ട് എങ്കിൽ അത് ഫിക്സഡ് അസറ്റിലേക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ റിഡക്ഷന്റെ ബാലൻസ് കണ്ടുകൊണ്ടിരുന്നത്. ക്യാപിറ്റൽ റിഡക്ഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുക, അതിൽ നിന്ന് ക്രെഡിറ്റ് ആസ്പെക്ട് കുറക്കുക. ഓക്കെ, ഇവിടെ ഡെബിറ്റ് ചെയ്ത ആസ്പെക്ട് എന്ന് പറയുന്നത് എത്രയാണ്? 51,000 രൂപ മാത്രമാണ്. ഓക്കെ, ക്രെഡിറ്റ് ചെയ്തത് 30,000 ഉണ്ട്, അതുപോലെ തന്നെ 25,000, 55,000 രൂപ ക്രെഡിറ്റ് ആസ്പെക്ട്സിൽ വരുന്നുണ്ട് ക്യാപിറ്റൽ റിഡക്ഷന്റെ. അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് 51,000 ആണ്. 55,000 മൈനസ് 51,000, 4,000 രൂപ ക്യാപിറ്റൽ റിഡക്ഷന് ബാലൻസ് എമൗണ്ട് ഉണ്ട്. സാധാരണഗതിയിൽ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് അസറ്റ് ബാലൻസിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞില്ല എങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് പോവുക. ഇവിടെ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് 4,000 രൂപ ഫിക്സഡ് അസറ്റിലേക്ക്, ക്യാപിറ്റൽ റിഡക്ഷന്റെ ബാലൻസ് ഫിക്സഡ് അസറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെ ഐറ്റംസ് ആണുള്ളത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അതൊക്കെ എടുത്ത് എഴുതണം. ഓക്കെ, ഇവന്റെ എമൗണ്ട് ആണ് വ്യത്യാസം വരിക. കാരണം ഇത് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ആണ്, നോട്ട് ദിസ് പോയിന്റ്. റീകൺസ്ട്രക്ഷന് ശേഷമുള്ളതാണ്. നമുക്ക് ഇവിടെ അറിയാം. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പുതിയതായിട്ട് ഉള്ളത് 70,000 രൂപയാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പുതുതായിട്ടുള്ളത് 75,000 രൂപയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മൾ ഉപയോഗിക്കുക. പഴയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ട് 1 lakh അല്ല ഇവിടെ ഉപയോഗിക്കുക. ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ടുള്ള 70,000 രൂപയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ന്യൂ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിട്ടുള്ള 75,000 ആണ് ഉപയോഗിക്കുക. ക്രെഡിറ്റേഴ്സ് ഇവിടെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ആ എമൗണ്ട് തന്നെ എടുക്കുന്നു, 50,000 തന്നെ എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഗുഡ് വില്ല് നമ്മൾ 25,000 നിന്ന് 25,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ഡൗൺ ചെയ്യുന്നുണ്ട്, എഴുതി തള്ളുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അതർ ഫിക്സഡ് അസറ്റിൽ 1,04,000 രൂപയിൽ 4,000 രൂപ, നോട്ട് ദിസ്, 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി തള്ളുന്നുണ്ട്. ദാറ്റ്സ് ആ ഫിഗർ ഉണ്ടായത് കൊണ്ട് 4,000 രൂപ എഴുതി തള്ളുന്നത് കൊണ്ട് 4,000 കൂടെ കുറച്ചിട്ടാണ് നമ്മൾ 1 lakh rupees വരുന്നത്. 1,04,000 നിന്ന് ആ 4,000 കൂടെ കുറച്ചപ്പോഴാണ് ഇത് വരുന്നത്. ഓക്കെ, കറന്റ് അസറ്റ് 95,000, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസും റിട്ടേൺ ഓഫ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ഓഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എമൗണ്ട് ഒന്നും വരാനില്ല. 26,000 രൂപ എഴുതി തള്ളുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങൾ 2 ഐറ്റം മാത്രമേ അസറ്റ് സൈഡിൽ വരുന്നുള്ളൂ. 1,95,000, അതുപോലെ തന്നെ ലാബിലിറ്റി സൈഡിൽ ടോട്ടൽ 1,95,000 ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ആണ്. ദിസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. റീകൺസ്ട്രക്ഷന് ശേഷമാണ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴയ എമൗണ്ടുകൾ ഒന്നും തന്നെ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തരുത്. നോട്ട് ദിസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പഴയ എമൗണ്ടുകൾ ഒന്നും ഉൾപ്പെടുത്താൻ പാടില്ല. ഇവിടെ അസറ്റ് സൈഡിലും അത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത്.
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ നമുക്ക് പഴയ എമൗണ്ട് തന്നെ എടുക്കാം. ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 50,000 എമൗണ്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, നോട്ടീസ്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടി ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് സയൻസ് എന്ന സബ്ജക്റ്റും എംകോം സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് സയൻസ് എന്ന സബ്ജക്റ്റും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോക്കായി നിങ്ങൾ കാത്തിരിക്കുക. UGC NET JRF കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ ലഭ്യമാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്